ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ലിറ്റിൽ ഏഞ്ചൽ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ചാപ്റ്റർ 1 സ്ട്രക്ചർ ഓഫ് ആറ്റമാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മൾ മോളിക്യൂൾ എന്താണെന്ന് പഠിക്കണം. മോളിക്യൂൾ എന്താ? നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് കൊണ്ടാണ്. ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ മോളിക്യൂൾസ് എന്നാണ് പറഞ്ഞത്. പിന്നെയും ഒരുപാട് പേരുടെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അതിൻ്റെ എല്ലാം ഫലമായിട്ട് മോളിക്യൂൾസ് അല്ല അതിനേക്കാൾ ചെറിയ വസ്തുക്കളും ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷേ എന്നാൽ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മോളിക്യൂൾസ് എന്താണെന്ന് വെച്ചാൽ all the substances in our surroundings are made up of extremely small particles called molecules. ഇതാണ് മോളിക്യൂൾസിൻ്റെ ഡെഫിനിഷൻ. എല്ലാ വസ്തുക്കളും ഓൾ ദ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളും നമുക്ക് ചുറ്റുപാടുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾസ്. എക്സാമ്പിളായിട്ട് നമ്മൾ പഞ്ചസാര, ഒരു കല്ലിനെ നമ്മളാണെങ്കിൽ കട്ട് ചെയ്ത് ഏറ്റവും ചെറിയ തരിയായിട്ട് എടുക്കത്തില്ലേ, ആ ഒരു ഏറ്റവും ചെറിയ കണികേനെ പറയുന്ന പേരാണ് മോളിക്യൂൾസ് എന്ന്. പിന്നെ അതിനേക്കാൾ ചെറിയ വസ്തു ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് 1807 കണ്ടുപിടിച്ചത്. അത് ജോൺ ഡാൾട്ടനാണ് കണ്ടുപിടിച്ചത് 1907. അദ്ദേഹമാണെങ്കിൽ പരീക്ഷണങ്ങളും ഒന്നും നടത്തിയില്ല. അദ്ദേഹം തൻ്റെ തത്വങ്ങളിൽ കൂടെയാണ് പറഞ്ഞത് മോളിക്യൂൾസിനെക്കാളും ചെറിയൊരു സംഭവം ഉണ്ടെന്ന്. അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് ആറ്റംസ്. ആറ്റം എന്ന് പറയുന്നത് മോളിക്യൂൾസിനെ പിന്നെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വസ്തുവാണ് ആറ്റംസ്. ആറ്റംസിൻ്റെ ഡെഫിനിഷൻ: മോളിക്യൂൾസ് ക്യാൻ ബി സബ്ഡിവൈഡഡ് ഇൻറ്റു മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ദീസ് പാർട്ടിക്കിൾസ് ആർ known as atoms എന്ന് അദ്ദേഹം പറഞ്ഞു. ജോൺ ഡാൾട്ടനെ പറ്റി പറയുവാണെങ്കിൽ, ജോൺ ഡാൾട്ടനാണെങ്കിൽ ഒരു കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ കളർ ബ്ലൈൻഡ്നെസ്സിന്, ആ ഡിസീസിന് നമ്മൾ ഡാൾട്ടണിസം എന്നും പറയാം. ജോൺ ഡാൾട്ടൺ അത് നിങ്ങൾ അറിഞ്ഞു വെക്കാൻ വേണ്ടി പറയുന്നതാണ്, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ജോൺ ഡാൾട്ടൺ കളർ ബ്ലൈൻഡ്നെസ്, അതുകൊണ്ട് തന്നെ ഡാൾട്ടണിസം. പിന്നെ നിങ്ങൾ പ്രധാനമായി ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ജോൺ ഡാൾട്ടൺ ഒരിക്കലും ഒരു എക്സ്പെരിമെൻറ്റ്സോ ഒരു ഒബ്സർവേഷൻ്റെ ഒരിതുമായിട്ടല്ല ആറ്റം എന്ന് പറയുന്ന ഒരു മോഡലെ കണ്ടുപിടിച്ചത് തന്നെ. അത് അദ്ദേഹത്തിന് ലോജിക്കൽ തിങ്കിങ് കൊണ്ട് മാത്രമാണ്. ജോൺ ഡാൾട്ടൺ ideas were based on logical thinking. And were not supported by any experimental observations. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ ആരും മോളിക്യൂൾസിനേക്കാൾ ചെറിയൊരു വസ്തുത ഉണ്ടെന്ന് കണ്ടുപിടിക്കാത്തതിന് കാരണത്താൽ തന്നെ ജോൺ ഡാൾട്ടനെയാണ് ഫാദർ ഓഫ് അറ്റോമിക് തിയറി എന്ന് തന്നെ അറിയപ്പെടുന്നത്.